ഹായ്, നവനീത വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് സൺഡേയിലത്തെ വീഡിയോ ആണ്. ഞാൻ എഡിറ്റ് ചെയ്തിടാനായിട്ട് കുറച്ച് നേരം വൈകി. അപ്പോൾ സൺഡേയ്സിലൊക്കെ ഞാൻ കുറച്ച് നേരം വൈകിട്ടാണ് എണീക്കാറ്. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റു. ഇന്ന് പുറത്തൊക്കെ നല്ല കാറ്റും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ ഒരു 6:30 ഒക്കെ ആയപ്പോൾ എണീറ്റ് ഇങ്ങനെ ഇറയത്ത് വന്ന് ഇരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മുറ്റത്തൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ പച്ചപ്പും അതിൻ്റെ ഇടയിൽ ചെറിയൊരു സൂര്യപ്രകാശമൊക്കെ അടിക്കണം, നല്ല രസമുണ്ട് അവിടെ ഇരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്നു. ചേട്ടനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കുറച്ചും കൂടെ നേരത്തെ എണീറ്റ് ഇറയത്തൊക്കെ വന്നിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് നല്ല രസമാട്ടോ പുറത്ത് വന്നിരിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം ഈ ചെടികളുടെ ഇടയിൽ കൂടെയൊക്കെ നടന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇന്നെന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ഭംഗി. സിറ്റ് ഔട്ടിൽ മണി പ്ലാന്റ് പടർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 കിളികൾ വന്ന് കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മുടെ അമ്മക്കിളി വന്ന് മുട്ടയിടാറുണ്ട് കേട്ടോ. അപ്പോൾ ആ 2 കിളികൾ ഇങ്ങനെ കുറേ ദിവസമായിട്ട് നമ്മുടെ മതിലിൻ്റെ അവിടെ ഈ പൂക്കളുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമ്മളില്ലെങ്കിൽ അകത്തേക്ക് കയറും. ഈ മണി പ്ലാന്റിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് മണി പ്ലാന്റിൻ്റെ ഇടയിൽ ഓരോ ഇങ്ങനെ എന്തോ ഞാരുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് കൂടുണ്ടാക്കിയിട്ട് പിന്നെ അതിൽ മുട്ടയിട്ടിട്ട് 2 വട്ടമായി. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോയ പിന്നെ അവരെ കാണാറില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നാളായി. അപ്പോൾ അതേ വീണ്ടും വന്നു കേട്ടോ മുട്ടയിടാനായിട്ട്. നമ്മുടെ ഈ സിറ്റ് ഔട്ടിൻ്റെ മണി പ്ലാന്റിൻ്റെ ഇടയിൽ കൂടൊക്കെ ഉണ്ടാക്കി എല്ലാ വട്ടം 2 മുട്ടയാണ് ഇട്ടുണ്ടാവാറ്. ഞങ്ങളിങ്ങനെ കാത്തിരിക്കും കേട്ടോ മുട്ട വിരിയാനായിട്ട്. പാറൂസിനാണ് ഭയങ്കര ഇഷ്ടം ഈ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളെ കാണാനായിട്ട്. കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവരിങ്ങനെ പറന്നു പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമവും കേട്ടോ. ഫസ്റ്റ് ഒരു മുട്ടയായിട്ട് വിരിഞ്ഞുള്ളൂ. ഫസ്റ്റത്തെ മുട്ടയിടലിൽ രണ്ടാമത്തെ പിന്നത്തെ ട്രിപ്പ് വന്നപ്പോൾ 2 മുട്ട ഉണ്ടായിരുന്നു. 2 കുഞ്ഞുങ്ങളുണ്ടായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് അവറ്റ് തൂവലൊക്കെ വെച്ച പിന്നെയാണ് കേട്ടോ അവരെ കൊണ്ടുപോയത്. അവർ കൊണ്ടുപോയതല്ല, അവർ തന്നെ പറന്നുപോയി. ഇനിയിപ്പോൾ അത് ഞാനിവിടെ നടക്കണ കാരണം തോന്നുന്നു അവരിപ്പോൾ വരുന്നില്ല കേട്ടോ. തൊട്ടടുത്ത് മതിലുമ്മ 2 പേര് ഇരിക്കണം കേട്ടോ. കുറച്ച് നേരമൊക്കെ ഞാൻ മുറ്റത്തൊക്കെ കിടന്ന് നടന്ന് പിന്നെ ഇനി എൻ്റെ പണികൾക്കായിട്ട് ഞാൻ ഇറങ്ങിയിട്ടാ. ഇന്നലെ വൈകുന്നേരം കിടക്കുമ്പോൾ ഒരുപാട് ലേറ്റായി. അപ്പോൾ അവർ വലിച്ചു വാരിയിട്ടേക്കാണ് കേട്ടോ എല്ലാ സാധനങ്ങളും. ഇന്നലെ വൈകുന്നേരം ഒന്നും അടക്കി പറക്കി വെക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ പാവകളും പിന്നെ അവൻ്റെ വരയ്ക്കാനുള്ള ബുക്കുകളും ഒക്കെ 2 ആളും അവിടെ ഇവിടെയും വെതറിയാണ് ഇട്ടിട്ട് പോയിട്ടുള്ള. അപ്പോൾ അതൊക്കെ കുറച്ചൊന്ന് അടക്കി വെച്ച് ഇനി ആരെങ്കിലും പ്രതീക്ഷിക്കാതെ കയറി വന്നു കഴിഞ്ഞാൽ ഈ ഹാള് മാത്രം ഒന്ന് വൃത്തിയാക്കി ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലാസ്റ്റ് അടിച്ചു വാരി തുടയ്ക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കിയിടാം. അപ്പോൾ അത് പെട്ടെന്നൊരു വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞ് പെട്ടെന്ന് ഈ സിറ്റ് ഔട്ട് അല്ല ഈ ഹാളൊന്ന് അടക്കി പറക്കി വെച്ച് കഴിഞ്ഞാൽ അതൊരു വൃത്തിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചിട്ടേ. എങ്ങനെയെങ്കിലും ഒന്ന് വൃത്തികേടായി അങ്ങനെയൊക്കെ കിടക്കുമ്പോഴാണ് ആരെങ്കിലുമൊക്കെ വരിക കേട്ടോ. വൃത്തിയാക്കുമ്പോൾ ആരും വരില്ല. ചിലപ്പോൾ ഇവർ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുമ്പോഴാവും ആരെങ്കിലുമൊക്കെ വരിക. അപ്പം ഞാൻ അതൊക്കെ വേഗം തന്നെ വൃത്തിയാക്കി. പിന്നെ ഇന്നലെ തുണികളൊക്കെ മടക്കണം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഒന്നും പറ്റിയില്ല കേട്ടോ. ഇപ്പോൾ തുണികൾ മടക്കാൻ പറ്റില്ല. അത് ഞാൻ റൂമിലെ കട്ടിലുമ്പോൾ കൊണ്ടിട്ടായിരിക്കും. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മടക്കണം. മുട്ടക്കറിക്കുള്ള മുട്ടയൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണവ് മാറാനായിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചേ. പിന്നെ ഞാനൊരു ലൈറ്റ് കട്ടില്ല കേട്ടോ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ആമസോണിൽ നിന്ന് ഞാൻ വീട് പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മേടിച്ചതാണ് കേട്ടോ. 2 എണ്ണം വാങ്ങിച്ചു. പക്ഷേ ഇതെനിക്ക് വേണ്ടത്ര അങ്ങോട്ട് തൃപ്തിയായിട്ടില്ല കേട്ടോ. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. ഇത് മേടിച്ചിട്ട് ഇത് തൂക്കിയിട്ട് പിന്നെ ചേട്ടനും കുഞ്ഞുങ്ങൾക്ക് എന്നെ ഒരുപാട് കളിയാക്കി. അപ്പോൾ പിന്നെ അമ്മയുടെ അടുത്തേക്ക് വന്നേ ഇവിടെ എന്തൊക്കെ ആയി എന്ന് നോക്കാനായിട്ട്. അമ്മ രാവിലെ നേരത്തെ എണീക്കും കേട്ടോ. അമ്മയ്ക്ക് മുടക്ക് ദിവസം പിന്നെ ജോലിക്ക് പോകുന്ന ദിവസം അങ്ങനെയൊന്നുമില്ല. 4 മണിക്ക് അലാറം വെച്ച് 4 മണിക്ക് തന്നെ എണീക്കും. ഞാൻ മുത്തിയമാമനെ വന്ന് വെറുതെ ഒന്ന് ചെന്ന് നോക്കിയപ്പോൾ ആൾ നല്ല ഉറക്കണം കേട്ടോ. നല്ല കൊച്ചു കുട്ടികൾ കിടന്ന് ഉറങ്ങണ പോലെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. രാത്രി നൈറ്റ് ഡ്യൂട്ടിയാണെങ്കിൽ ഇപ്പോൾ ആൾക്കിപ്പോൾ തീരെ രാത്രി ഉറക്കമൊന്നുമില്ല. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ആളിപ്പോൾ നല്ല ഉറക്കമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഒരു 9 മണിക്കാകുമ്പോൾ എണീക്കും. അങ്ങനെ എൻ്റെ പാറൂസ് എണീറ്റ് എൻ്റെ മേത്തുനിന്ന് പോണില്ല കേട്ടോ. എൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ കിടക്കുക. എനിക്ക് പാറൂസ് ഇങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കാനായിട്ട്. അവളെ കൂടെ കുറച്ച് നേരം കിടക്കണമെന്നുണ്ട്. പക്ഷെ നേരമില്ല കിടക്കാനായിട്ട്. അല്ലെങ്കിൽ മുട്ടക്കറി ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ 2 പേര് ഇപ്പോൾ വിശക്കണമെന്ന് പറഞ്ഞിട്ട് വരും.
അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി. പാറൂസിന് മുട്ട ഈ കറിയിലിടില്ല കേട്ടോ, അവൾക്ക് തന്നെ പുഴുങ്ങിയിട്ട് സെപ്പറേറ്റ് വേണം. അപ്പോൾ മുട്ടക്കറി അങ്ങോട്ട് കൊണ്ടുപോകണേ അമ്മയുടെ അടുത്തേക്ക്. ഈ മുട്ടക്കറി വെച്ചിട്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വെള്ളയപ്പം അങ്ങോട്ട് തരും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോണത് കേട്ടോ. അമ്മയ്ക്കപ്പോൾ കറി ഉണ്ടാക്കണ്ട, എനിക്ക് അപ്പം ഉണ്ടാക്കണ്ട, ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാമല്ലോ. ഇനി ഞാനതവിടെ കൊണ്ടു കൊടുക്കട്ടെ. പാറൂസ് ഞായറാഴ്ചയിലത്തെ ഭക്ഷണമൊക്കെ അവിടെയാണ് കേട്ടോ. സാധാരണ ഉച്ചയ്ക്ക് പിന്നെ അമ്മ അവിടെ നിന്ന് കഴിക്കുക. രാവിലെ അവരവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പാറൂസ് അവിടെ നിന്നാണ് കേട്ടോ കഴിക്കുക. കുളിച്ച് യാത്രയായി സുന്ദരിക്കായിട്ട് വേഗം തന്നെ അങ്ങോട്ട് പോകും. പാറൂസ് 1.5 വെള്ളയപ്പമാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ 2 തികച്ച് കഴിക്കില്ല. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ പകുതി ഇട്ടിട്ട് ഒരെണ്ണം കൂടി ഇട്ട് പിച്ചി ഇട്ട് കൊടുത്ത് അവിടെ മുട്ടയൊക്കെ വെച്ച് ചാറൊക്കെ ഒഴിച്ച് അവിടെ സെറ്റപ്പാക്കി ഞാൻ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാറൂസിന് എന്തോ ഡോറി അങ്ങനെ എന്തോ വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോണിൽ അതൊക്കെ അവൾക്ക് വെച്ച് കൊടുത്ത് അവളത് കണ്ടുകൊണ്ട് തന്നെ കഴിക്കും. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മോനെ വന്ന് നോക്കിയപ്പോൾ ആശാൻ്റെ ഉറങ്ങി എണീക്കണുള്ളൂ കേട്ടോ. എണീക്കാൻ പറഞ്ഞിട്ട് കൂട്ടാക്കണമെന്നില്ല, എന്ന് മുടക്ക് ദിവസമല്ലേ, ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണേ. അപ്പം ഞാൻ പറഞ്ഞു പറ്റില്ല, 8:30-9 മണി ആവാറായി, എണീക്കെന്ന് പറഞ്ഞ് കുത്തി പിടിച്ച് എണിപ്പിക്കുകയാണ് കേട്ടോ അവനെ. അവനിപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കില്ല കേട്ടോ. വിശപ്പിൻ്റെ അങ്ങേ തല എത്തിയിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ കേട്ടോ. കുളിച്ച് വന്നാൽ മാത്രമേ ഞാൻ ഭക്ഷണം കൊടുക്കുള്ളൂ. അത് കാരണം അവൻ കുളിച്ചിട്ടേ വരാറുള്ളൂ കേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട്. അങ്ങനെ ഇന്ന് രാവിലെ അമ്മയുടെ അടുത്താണ് കേട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് വന്നിട്ട് ബീഫ് വെക്കാനാണ്. ബീഫും കൂർക്കിയിട്ടിട്ട് ചാറ് പോലെയാക്കിയിട്ട് വെക്കണം, കുറച്ച് കുഴമ്പനായിട്ട്. പിന്നെ കുറച്ച് ബീഫ് എടുത്തിട്ട് റോസ്റ്റാക്കി ഡ്രൈ ആക്കി വെക്കാനാണ്. ബീഫ് ഏകദേശം ഒരു 2 കിലോനുണ്ട് കേട്ടോ ബീഫ്. സാധാരണ ഞാൻ ബീഫൊക്കെ വിനാഗിരി ഒഴിച്ച് ഉപ്പൊക്കെ തിരുമ്പി അങ്ങനെയാണ് കേട്ടോ കഴുകാറ്. അപ്പോൾ അതേപോലെയൊക്കെ കഴുകി അതിൽ ഈ നറുങ്ങ സാധനങ്ങളൊക്കെ ഇല്ലേ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ ഇട്ട് അത് വെക്കുന്ന രീതിയൊന്നും ഞാൻ പറയണില്ല. എന്നിട്ട് അതേപോലെയൊക്കെ അതൊക്കെ ഇട്ട് എന്നിട്ട് കുറച്ച് നേരമൊക്കെ തിരുമ്പി, കുറച്ചധികം നേരം ഇങ്ങനെ തിരുമ്പി കൊടുക്കേ അതിലെല്ലാം അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഏകദേശം ഒരു 10-15 മിനിറ്റ് നേരം ഈ കുക്കർ അടച്ചിട്ട് വെക്കുകയും ചെയ്യും കേട്ടോ. പിന്നെയാണ് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മുടെ വിസലടിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യുക. അതിലേക്ക് നാളികേരം കൊത്തും കൂടി ഇടുന്നുണ്ട്. കൂർക്ക വെച്ചിട്ട് കൂർക്ക ഇട്ടിട്ട് ഉണ്ടാക്കണതിലാണ് നാളികേരം കൊത്ത് ഇടുന്നത് കേട്ടോ. മറ്റേതിൽ ഇടുന്നില്ല, അത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാനാണ്, റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാനാണ്. അപ്പോൾ അതിൽ നാളികേരം കൊത്ത് ഇടുന്നില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഡ്രൈ ആക്കാനുള്ള ബീഫ് എടുത്ത് മാറ്റിയിട്ട് ബീഫ് വെന്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് മാറ്റി വെച്ചിട്ട് കൂർക്ക കൊടുക്കാനാണ്. കൂർക്ക ഇട്ടിട്ട് ഒരു വിസിലും കൂടെ അടുപ്പിച്ചിട്ട് നമ്മൾ ഈ മൂപ്പിച്ച് വെച്ച ചിക്കനിലേക്ക് ഈ കൂർക്കയും ബീഫും കൂടെ ഇട്ടിട്ട് അങ്ങനെ കുറച്ച് കുഴമ്പനാക്കി എടുക്കും. ഇതിപ്പോൾ ഫ്രൈ ആക്കി എടുക്കാനാണ് ഈ ബീഫ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ പുറത്ത് വിറകടുപ്പിലാണ് കേട്ടോ വയ്ക്കുക. അങ്ങനെ കുറച്ച് മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ ചോറും ബീഫ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചോറ്, സർലാസ്, അച്ചാറ്, പപ്പടം, പിന്നെ ബീഫും കുറിക്കും ഒന്ന് വരട്ടിയെടുത്തത്, പിന്നെ നമ്മുടെ ബീഫ് റോസ്റ്റും അതും കൂടെ ആയിട്ട് ഞങ്ങൾ ഉച്ചക്കലത്തെ ചോറുണ്ട് കേട്ടോ. നല്ല അടിപൊളി ലഞ്ച് തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാച്ചാ ബൈ ബൈ, സീ യു.